Class 7 Geography. Class 7 Geography. Hi students, welcome to our Geography class for 7th standard students. In the last class we have discussed about the chapter 4 air. Okay, today we will discuss about weather and climate. Weather and climate. What is the difference between weather and climate? നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ വെതറും ക്ലൈമറ്റും രണ്ടും ഒരേ മീനിങ് ആണ്. ബട്ട് ദർ ഇസ് എ ഡിഫറൻസ്. വെതർ ആൻഡ് ക്ലൈമറ്റ്. വെതർ എന്ന് പറയുന്നത് ഡേ ടു ഡേ ഒബ്സർവേഷൻ ആണ്. കാരണം ഇപ്പോൾ ഇന്നത്തെ ഒരു വെതർ ആയിരിക്കില്ല നാളത്തത്. ചിലപ്പോൾ ഇന്നൊരു ഇറിറ്റേറ്റ് തോന്നുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഹ്യൂമിഡിറ്റി കൂടുതലുള്ള ഒരു ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. ചിലപ്പോൾ നാളെ തന്നെ അത് ചിലപ്പോൾ മാറിയെന്നിരിക്കും. അപ്പോൾ ഡേ ടു ഡേ ഒബ്സർവേഷൻ ആണ് എന്ത് പറയുന്നത്, വെതർ എന്ന് പറയുന്നത്. ബട്ട് ആവറേജ് വെതർ കണ്ടീഷൻ ഈസ് നോൺ ആസ് ക്ലൈമറ്റ്. ആവറേജ് വെതർ കണ്ടീഷൻ ഈസ് നോൺ ആസ് ക്ലൈമറ്റ്. ഓക്കെ, അപ്പം ഇത് പഠിക്കണം, വെതറും ക്ലൈമറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ ടെമ്പറേച്ചർ. വാട്ട് ഈസ് ടെമ്പറേച്ചർ? ഇറ്റ്സ് എ ഡെഫിനിഷൻ ഓഫ് ടെമ്പറേച്ചർ. The degree of hotness and coldness of air. The degree of hotness and coldness of air. Air in the hotness അല്ലെങ്കിൽ coldness ഇതിനെയാണ് എന്ത് പറയുന്നത്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, then insolation. What is meant by insolation? An important factor that influence the distribution of temperature. ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇൻസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലേഷൻ എന്താണെന്ന് നോക്കാം. ഇൻസുലേഷൻ ഇസ് ദ ഇൻകമിങ് ഓഫ് സോളാർ എനർജി ഇന്റർസെപ്റ്റഡ് ബൈ ദ എർത്ത്. ഇൻകമിങ് ഓഫ് സോളാർ എനർജി, സോളാർ എനർജിയെ സ്വീകരിക്കുന്ന അതിനാണ് ഇത് പറയുന്നത് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. ഇൻസുലേഷൻ എപ്പോഴും ഇക്വേറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, എർത്തിന്റെ മിഡിൽ പോർഷൻ ആണ്. അപ്പം ഇക്വേറ്ററിൽ കൂടുതലും പോൾസിലേക്ക് പോകുന്തോറും എന്താണ്, സണ്ണിൽ നിന്നുള്ള ഹീറ്റ് നിങ്ങൾക്കറിയാതെ ഇങ്ങനെ, അതായത് ഇവിടെ സണ്ണാണെങ്കിൽ സണ്ണിൽ നിന്നുള്ള ഹീറ്റ് ഇങ്ങോട്ട് വരുന്നത് ഇത് ഇക്വേറ്റർ, പോൾസിലേക്ക് പോകുന്നതിന് കുറവായിരിക്കും അല്ലേ. അപ്പോൾ പോൾസിൽ ടെമ്പറേച്ചർ കുറവും ഇക്വേറ്ററിൽ കൂടുതലുമായിരിക്കും. അപ്പം ഇക്വേറ്റർ റീജിയൻസിൽ വരുന്ന സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ കൂടുതലും, പോൾസിലേക്ക് വരുന്നിടത്ത് കോൾഡ് ക്ലൈമറ്റും ആയിരിക്കും. അതുപോലെ തന്നെ സിറ്റീസും വില്ലേജസും എന്ന് പറഞ്ഞാൽ സിറ്റീസിലാണ് ക്രൗഡഡ് ആയിട്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിറ്റീസിൽ അതുപോലെ തന്നെ മരങ്ങൾ കുറവാണ്, കൂടുതലും ബിൽഡിങ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള റീസൺ ഒക്കെ കൊണ്ട് തന്നെ സിറ്റീസിലാണ് ടെമ്പറേച്ചർ കൂടുതൽ നിൽക്കുന്നത്. ഓക്കെ, ക്ലിയർ? ദെൻ we move to the air pressure. What is air pressure? Pressure exerted by the weight of air on the earth's surface. Pressure exerted by the weight of air. Weight of air. അവിടെ കൊടുക്കുന്ന പ്രഷറിനെയാണ് എയർ പ്രഷർ എന്ന് പറയുന്നത്. ഇപ്പം ശ്രദ്ധിക്കുക, അറ്റ്മോസ്ഫിയർ മുകളിലേക്ക് പോകുന്തോറും എയർ പ്രഷർ കൂടുവോ കുറയുമോ? എന്തായിരിക്കും സംഭവിക്കുന്നത്? എയർ പ്രഷർ as we go up to the layers of atmosphere, the pressure falls rapidly. പ്രഷർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. എയർ പ്രഷർ കുറയുന്നു. എയർ പ്രഷർ കുറയുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ on the moon there is no air. മൂണിൽ എന്തില്ല? എയർ ഇല്ല. അതുകൊണ്ട് തന്നെ hence no air pressure. അവിടെ എന്തില്ല? എയർ പ്രഷർ ഇല്ല. Astronauts have to wear special protective space suits. Astronauts സ്പെഷ്യൽ സ്യൂട്ടാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? കാരണം ഈ എയർ പ്രഷർ കുറയുമ്പോഴത്തേനുമാണ് അത് അവരുടെ ബോഡി ആയിട്ടുള്ള ഇത് മാറിയിട്ട് അവർക്ക് നേസൽ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പം ഈ ഒരു നേസൽ ബ്ലീഡിങ്ങിന് കാരണമാകുന്നതിന് എന്താണ്? exerted by the body, the astronauts would make the blood vessels പ്രഷറിൻ്റെ പ്രഷർ ഇവിടെ കുറയുന്നതുകൊണ്ട് ബോഡിയിൽ എന്ത് ചെയ്തു, കൂടിയിട്ട് എന്ത് ചെയ്തു, പ്രഷർ ബ്ലഡ് വെസൽസ് എന്ത് ചെയ്യുന്നു, ബേൺ ചെയ്യുന്നു, അതായത് പൊട്ടിപ്പോകും. ഓക്കെ, അങ്ങനെയാണ് നീസൽ ബ്ലീഡിങ്ങിന് കാരണമാകുന്നത്. അപ്പോൾ വാട്ട് ഈസ് എയർ പ്രഷർ? ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വെയിറ്റ് ഓഫ് എയർ ഓൺ ദ സർഫസ്, ദാറ്റ് ഈസ് നോൺ ആസ് എയർ പ്രഷർ. ഓക്കെ, then wind. What is wind? നമ്മൾ
ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു മൂവിങ് എയർ അല്ലേ, മൂവിങ് എയർ ആണ് ഇത് പറയുന്നത് വിൻഡ് എന്ന് പറയുന്നത്. ദ മൂവ്മെന്റ് ഓഫ് എയർ. ഇനി നിങ്ങൾക്കത് പഠിക്കുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ എങ്ങനെ പഠിക്കണം? ദ മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം എവിടെ നിന്ന് എങ്ങോട്ട്? ഫ്രം ഹൈ ടെമ്പറേച്ചർ ഏരിയ ടു ലോ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ നിന്നും ലോ ടെമ്പറേച്ചറിലേക്ക് എയർ മൂവ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? വിൻഡ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് വിൻഡ്? എന്താണ്? ദ മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ. നമുക്കറിയാം വിൻഡ് പല തരത്തിലുണ്ട് അല്ലേ. വിൻഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ജെറ്റിൽ ബ്രീസ് ഉണ്ട്. ബട്ട് ഈ വിൻഡ് കൊണ്ട് തന്നെ വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന വിൻഡുകളുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ ഒരു നല്ല ശക്തിയേറിയ ഒരു കാറ്റാണ് വരുന്നതെങ്കിൽ നമുക്ക് നമ്മൾ സഞ്ചരിക്കുമ്പം തന്നെ വണ്ടിയിലൊക്കെ പോകുമ്പം തന്നെ എന്താണ് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അല്ലെങ്കിൽ കുട പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല, അത് ഇങ്ങോട്ട് അല്ലേ തള്ളും. അപ്പം winds are classified into permanent, seasonal and local winds. Permanent wind. The trade wind, westerlies and easterlies are the permanent winds. എന്താണ് ഈ വെസ്റ്റേർലീസ് ആൻഡ് ഈസ്റ്റേർലീസ് എന്ന് പറയുന്നത്? വിൻഡിന്റെ നെയിം കൊടുക്കുന്നത് എവിടെ നിന്നാണ് വിൻഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? വിൻഡ്സ് ഫ്രം ഈസ്റ്റ് എന്താണ്? ഈസ്റ്റേർലീസ്. വിൻഡ് ഫ്രം വെസ്റ്റ് വെസ്റ്റേർലീസ്. ഇങ്ങനെയാണ് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ വിൻഡ് എവിടെ നിന്നാണ് അതാണ് വിൻഡിന്റെ പേരായിട്ട് കൊടുക്കുന്നത്. അപ്പം വെസ്റ്റേർലീസ് ആൻഡ് ഈസ്റ്റേർലീസ് are the examples of permanent winds. These blow constantly throughout the year in a particular direction. അതായത് ഈ ഡയറക്ഷൻ ഒരേ പർട്ടിക്കുലർ ഡയറക്ഷനിൽ തന്നെ എന്ത് ചെയ്യുന്നു? വിൻഡ് ബ്ലോ ചെയ്യുന്നു. ഇതിനാണ് എന്ത് പറയുന്നത്? പെർമനന്റ് വിൻഡ് എന്ന് പറയുന്നത്. Then seasonal wind. Seasonal wind ആ പേരിന് from the name itself we can clear that seasonal wind. These winds change their direction in different season. പല സീസണിലും അതിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ മൺസൂൺസ് ഇൻ ഇന്ത്യയിലെ മൺസൂൺ കാറ്റുകൾ എന്താണ്? ഈ സീസണൽ വിൻഡിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ? Then local wind. These blow only during a particular period of the day or year. ഒരു പ്രത്യേക പീരീഡിൽ മാത്രം കാണുന്നതാണ് ലോക്കൽ വിൻഡ്സ്. ഫോർ എക്സാമ്പിൾ ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്, കടൽ കാറ്റും കരക്കാറ്റും. അതുപോലെ തന്നെ ഹോട്ട് ആൻഡ് ഡ്രൈ ലോക്കൽ വിൻഡ് ഓഫ് നോർത്തേൺ പ്ലെയിൻസിൽ കാണുന്ന ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡിനൊരു പേരുണ്ട്, ലൂ എന്നാണ് ആ കാറ്റിൻ്റെ പേര്. അത് പഠിക്കുക. വൺ വേർഡൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. നോർത്തേൺ വിൻഡിൽ വരുന്ന ഹോട്ട് ആൻഡ് ഡ്രൈ ലോക്കൽ വിൻഡ് ഇൻ നോർത്തേൺ പ്ലെയിൻസ് is known as ലൂ. Okay, that's all. Permanent wind, seasonal wind and local wind. Then last topic, moisture. Moisture means when water evaporates from land and different water bodies. നമുക്കറിയാം വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് നിങ്ങൾ കൊച്ചു ക്ലാസ്സുകളിൽ മുതൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് റെയിൻ അല്ലേ? റെയിൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? എങ്ങനെയാണ് വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു, അത് കണ്ടൻസ് ചെയ്ത് ക്ലൗഡായിട്ട് മാറുന്നു അല്ലേ? കണ്ടൻസേഷൻ, ക്ലൗഡ്സ് കണ്ടൻസ് ചെയ്ത് അത് മഴയായിട്ട് ഭൂമിയിലേക്ക് വരുന്നു. അപ്പം അത് തന്നെയാണ് പ്രസിപ്പിറ്റേഷൻ എന്നുള്ള പേരിൽ അറിയുന്നത്. പ്രസിപ്പിറ്റേഷൻ. What is precipitation? When the water vapor rises, water vapor മുകളിലേക്ക് ഉയരുമ്പോൾ it starts cooling, തണുക്കുന്നു. The water vapor condenses causing formation of droplets of water. അതിന്റെ ഫലമായിട്ട് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാകുന്നു, ക്ലൗഡ്സ് ഫോം ചെയ്യുന്നു. When these droplets of water becomes too heavy to float in air, they come down as precipitation. ഇത് മഴയായിട്ട് വരുന്നു. അതല്ലാതെ അതിന് മുകളിലായിട്ട് തന്നെ ആലിപ്പഴം, മഞ്ഞ്, ആലിപ്പഴം, ഇതെല്ലാം പ്രസിപ്പിറ്റേഷൻ്റെ ഓരോ ഭാഗമാണ്. പിന്നെ നിങ്ങൾക്ക് there are 3 types of rainfall: convectional rainfall, orographic rainfall and cyclonic rainfall. പേര് മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ ജസ്റ്റ് ഫിഗർ ഉണ്ട്. കൺവെക്ഷണൽ കണ്ടോ, ക്ലൗഡ്സ് ഫോം ചെയ്യുന്നതാണ്. ദെൻ
orographic rainfall, then cyclonic rainfall. These are the three types of rainfall. Rainfall is very important for the survival of plants and animals. Plants-നും animals-നും എല്ലാം rainfall important ആണ്. It brings fresh water to the earth's surface. നമുക്കറിയാം. Then if rainfall is less, water scarcity and drought occur. Rainfall കുറയുന്ന സമയത്ത് water scarcity അതുപോലെ തന്നെ വരൾച്ച ഇതെല്ലാം ഉണ്ടാകുന്നു. On the other hand, it is more. കൂടുതലാണെങ്കിൽ എന്തുണ്ടാകും? Flood ഉണ്ടാകും. Okay, that's all. The chapter is over. So study well.